സ്നേഹമില്ല, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മറന്നു തുടങ്ങിയിരിക്കുന്നു. ആ വ്യക്തിക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിതവും നോക്കി മാത്രമാണ് നിൽക്കുന്നതെന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഇതൊരിക്കലും ഈ ഒരു പേഴ്സണ് ഈ ബന്ധം തള്ളിക്കളയാൻ പറ്റത്തില്ലാത്തൊരു ബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ഇപ്പം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ബന്ധം വിട്ടുകളയാനുള്ള ഒരു മനോഭാവം ഈ ഒരു പേഴ്സന്റെ മനസ്സിൻ്റെ ഉള്ളിലില്ല എന്നുമാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളോട് ആ ഒരു പേഴ്സണ് പറയുവാനുള്ളത്, ഈ ഒരു വ്യക്തിയുടെ സാഹചര്യം എന്ന് പറയുന്നത് അത്ര നല്ലൊരു സാഹചര്യമായിട്ട് കാണുന്നില്ല. അവരൊരുപാട് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സണ് എന്താ പറയുക, ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു ശാരീരികപരമായിട്ടുള്ള ഒരു തളർച്ചകൾ കാണുന്നുണ്ട്. മേ ബി ഇപ്പം പനിയായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് മേ ബി എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ അതായത് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് വന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അവരുടെ ആരോഗ്യമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു തരത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് കൂടുതലായിട്ടും മിണ്ടുവാനുള്ള ഒരു അവസരങ്ങൾ ലഭിക്കാത്തതെന്നാണ് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുവാൻ ആ ഒരു പേഴ്സൺ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഒരവസ്ഥ അത് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കണമെന്നും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കണമെന്നുമാണ് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവരോട് അവരുടെ സ്വഭാവം മനസ്സിലാക്കി, അതായത് തീർച്ചയായിട്ടും തെറ്റുകാരെന്ന് പറയുന്നത് നിങ്ങൾ അല്ല എന്ന് അവർക്ക് 100% ഉറപ്പാണ്. ഇത് ഞാൻ മൂലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും അവർ തീർച്ചയായിട്ടും ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ആദ്യം അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സൺ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയാൻ അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ഈ ബന്ധം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് അവർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നതും നമ്മൾ റീഡിംഗ് ആയിട്ട് കണ്ടു. ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അപ്പോൾ ബൈ.